നമ്മുടെ ഈ വാച്ചൻ കിടന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാണ്. പാവമുണ്ട്, ഒരു ഭയങ്കര ക്ഷീണമുണ്ട്. പനിയൊക്കെ ആയിരുന്നു, ഇപ്പം മാറിയതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമീവൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ളോഗ് എന്ന് പറയാം. ഇപ്പോൾ ഒരു 12 മണിയായി കാണും. അപ്പോഴാണ് എനിക്കൊരു ഡേ ഉദിച്ചത്. എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 9-10 മണിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് ഇച്ചിരി പനിയുണ്ട്, അവിടെയാണ് എൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി ഇങ്ങനെ നീങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഇവാസിന് അവിടെയൊക്കെ പോത്ത് പോലെ അവിടെ നിന്ന് ഉറങ്ങിയിട്ടാണ്. ഇപ്പോൾ വീടിൻ്റെ വെളിയിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം. താണ്ട് അവിടാണ് അവൻ കിടന്നുറങ്ങുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കുത്തി കാണിച്ചു തരാം. ഇപ്പം അങ്ങോട്ട് പോയാൽ അവൻ എഴുന്നേക്കും. അപ്പം അവൻ എഴുന്നേറ്റാൽ എനിക്ക് വേണം തല്ല് കിട്ടാനായിട്ട്. അവനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വലിഞ്ഞ് കയറി ജനലിൽ കയറിയാണ് അവനെ കാണിച്ചത്. അവിടെ അങ്ങോട്ട് പോയാൽ എനിക്ക് പടി കിട്ടും, കാരണം അവനെ ഒരുപാട് വെട്ടാണ് അമ്മ ഉറക്കിയത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ കിടക്കാം. ഞാനിവിടുത്തെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി വെച്ചേക്കണം. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചിടം കഴിഞ്ഞപ്പോൾ നമ്മുടെ വാച്ചൻ എഴുന്നേറ്റ്. ഹായ് എടുത്തേ, ഹായ് എടുത്തേ, ഹായ്. ചേച്ചിക്ക് ഉമ്മാരാവോ? ചേച്ചിക്ക് ഉമ്മ. ആ, ക്യാമറയ്ക്ക് ഉമ്മ കൊടുത്തേ, കൊടു. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കത്തില്ല, ഹലോ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ്. അപ്പം നമ്മുടെ ഈ വാസിൻ്റെ ആക്ടിങ് കാണിച്ചു തരാം. വാച്ച്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം പറ. എന്തുവാ ഇരിക്കുന്നുണ്ട്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ വാച്ചി ഇങ്ങോട്ട് നോക്കടാ. നിങ്ങൾ ടി വി കാണാൻ പോവാണ്, യൂട്യൂബ് ടി വി കാണാൻ പോവാണ് അല്ലേ? ഉറക്കം വരുന്നുണ്ട്, കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കടാ, അവിടോട്ട് നോക്ക. ബാച്ചി ഇവ ഇവരെന്നാ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? ചെറുക്കൻ എന്തു വേണോ എന്തോ. ബാച്ചി എടാ, നിന്നെ 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 എനിക്ക് പിടിക്കാനറിയാം. ഞാനിട്ടല്ല എടാ. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ അവനെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾ അടുക്കള വശത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ സ്വന്തം സൈക്കിളിൽ റൈഡ് പോകാൻ പോവാണ്. അതേ അങ്ങോട്ട് ചുമ്മാതെ റോഡിൽ കൂടെ. നമുക്ക് ആ വീഡിയോ കാണാം. സൈക്കിള് ചെരുപ്പ് നിരട്ടെ. ഈ ചെരുപ്പ് എനിക്ക് ഇറുക്കമായി. എടുക്കട്ടെ. ലൈറ്ററൊക്കെ കിടക്കുന്നു. ഇതേ ഞാനാണെങ്കിൽ എപ്പം എന്ത് കാര്യത്തിനും എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചോ, ആ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു തുണിയോ അങ്ങനത്തെ ലൈറ്ററോ ഇവിടെ കിടക്കുന്ന എന്തെങ്കിലും സാധനം എൻ്റെ സൈക്കിളിൻ്റെ പുറത്ത് കാണും. ഇപ്പോഴത്തെ ലൈറ്റർ, കഴിഞ്ഞ ദിവസം തുണിയായിരുന്നു. ഞാൻ ഇതൊന്ന് എടുക്കട്ടെ.
അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടിയിലെ സൈക്കിൾ എടുത്തിട്ട് ഒരു കയ്യിൽ സൈക്കിളിൻ്റെ ഹാൻഡിൽ പിടിച്ചു, ഒരു കയ്യിൽ നമ്മൾ മറ്റേ ക്യാമറ പിടിച്ചു. അങ്ങനെ എനിക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിക്കും. എനിക്ക് ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരു കൈവിട്ടൊക്കെ ചവിട്ടാനൊക്കെ നേരത്തെ തൊട്ട് എനിക്കറിയാം. അപ്പം ഞാൻ എൻ്റെ വല്യമ്മ അങ്ങോട്ട് കടയിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കടയിലോട്ട് പോകും. അവിടെ വെള്ളമൊക്കെ ഉണ്ട്, ആറ്റുണ്ട്, ആറടം, പക്ഷേ ആറ്ററമുണ്ട്. അവിടെയാണ് ഞാൻ പോകുന്നത്. അവിടെ പോയി നിങ്ങളെ വെള്ളത്തിലൊക്കെ ഒന്ന് കാണിക്കുക. ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട് അവിടെ. ഞാനപ്പോഴത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞു. എൻ്റെ വല്യമ്മ അവിടെ കടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ കടയിൽ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ നമ്മുടെ ബോട്ട് കെട്ടിയും പിന്നെ നമ്മുടെ ആറും ഉണ്ടെന്ന്. ആ ആറിൻ്റെ അവിടെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി. അവിടെ കടവുണ്ട്, വെള്ളത്തിലിറങ്ങാൻ പറ്റും. ഭയങ്കര താഴ്ചയാണ്, അല്ല കടവിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. എനിക്ക് നീന്തലൊക്കെ അറിയാം, പക്ഷെ ഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് അധികം ഇറങ്ങാത്തത്. കണ്ടോ അവിടെ സ്റ്റെപ്പ് മുങ്ങിക്കിടക്കുന്നുണ്ടോ, അവിടോട്ട് ഞാൻ ഇറങ്ങും. ഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം താഴോട്ടങ്ങ് ഇറങ്ങാത്തത്. കണ്ടോ അവിടെ ഞാൻ കാലിട്ടിരിക്കുകയാണ്. കുറേ മീൻ അതുവഴി ഓടുന്നുണ്ടോ. പപ്പാരിലും കുഞ്ഞുങ്ങൾ, പള്ളത്തി, അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളാണ്. അങ്ങ് നടുവിലായിട്ട് കുറേ മീൻ കിടന്ന് മറിയുന്നുണ്ട്. വലിയ മീൻ കിടന്ന് മറിയുന്നുണ്ട്. കുറേ പ്രാവശ്യം മറിഞ്ഞായിരുന്നു. അങ്ങനെ ഞാനിവിടെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു. അമ്മച്ചി സാധനം വായിക്കുന്ന അത്ര നേരം. പിന്നെ ഞാൻ നിന്ന് കാല് കഴിച്ചുകൊണ്ട് അവിടെ ഉണങ്ങിയൊരു കല്ലുണ്ട്, കല്ലിൽ കയറിയിരിക്കണം. അവിടെ ഞാൻ കയറിയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും വരാത്തൊരു കല്ലുണ്ട്, അവിടെയാണ് ഞാൻ കയറിയിരുന്നത്. അവിടുന്ന് പിന്നെ താഴോട്ട് കാലിട്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുവാണ്. ഞാനിപ്പോൾ അങ്ങനെ ആറ്റിലോട്ട് പോവാറില്ല, കാരണം ഞങ്ങളുടെ അവിടുത്തെ കടവുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ആറില്ലേ, അവിടെ കടവുണ്ട്. ഈ ആറ് തന്നെ അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. അവിടോട്ടിപ്പോൾ അങ്ങനെ പോവാറില്ല, കാരണം എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എപ്പോൾ വെള്ളം കൊണ്ടുപോകായിരുന്നു. ഫ്രണ്ട്സ് അങ്ങോട്ട് ചെറിയൊരു വള്ളം പോയി, അതിൻ്റെ ഓളമാണ്. ബോട്ട് പോവും, എപ്പോഴും ബോട്ട് പോവും. എപ്പം ഞാനിവിടെ കടയിൽ വന്നാലും ബോട്ട് ഒന്നെങ്കിൽ ആ സൈഡിൽ നിന്ന് വരും, ഒന്നെങ്കിൽ റൈറ്റ് അല്ല ലെഫ്റ്റ്, എവിടുന്നെങ്കിലും ഒരു ബോട്ടെങ്കിലും പോവും. പക്ഷെ ഇപ്പം വന്നില്ല, അല്ലാത്തപ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് ബോട്ട് പോവും. ഇവിടെ കുക്കർ വിസിലടിക്കുന്നതാണ്. അങ്ങോട്ടിപ്പോൾ ഒരു ചെറിയൊരു വള്ളം പോയി, ആ ഓളമാണ് വരുന്നത്. വള്ളം പോകുമ്പോൾ ഇച്ചിരി ഓളവേ കാണത്തുള്ളൂ. ബോട്ടാണെങ്കിൽ നല്ല കണക്ക് കടവിൽ വന്ന് അടിക്കുമ്പോൾ നല്ല സൗണ്ട് കാണും. ഫ്രണ്ട്സ് വള്ളം പോകുന്ന സൗണ്ടാണ് ഞാൻ കേൾപ്പിക്കുക.
അവള് നോക്കത്തില്ല. നീ ഏതായാലും എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നല്ല ഡ്രസ്സ് ഇട്ടേക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം പ്രാർത്ഥനയ്ക്ക് പോകണം. പള്ളിയിലല്ല, വീട്ടിലാണ് പ്രാർത്ഥന. ഓക്കെ, അപ്പം ഞാൻ പോവാണ്. കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അടുക്കി ഡെസ്ക് മേക്ക് ഓവറിന് ഇട്ടാണ്. അവിടെ ഡെസ്ക് ക്ലീനുണ്ടോ? ഇങ്ങനെയാണ് ഇവിടുത്തെ പതിവ്. എന്ത് സാധനം അടുക്കിയാലും പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ നോക്കിയാൽ മതി, അലങ്കോരമായി കിടക്കും. ഞാൻ ഒതുക്കിയതിൻ്റെ ശേഷം കുറച്ച് 2-3 ദിവസം നല്ല കണക്ക് സമ്മതിക്കത്തില്ല പറയാനായിട്ട്. ഓക്കെ, നല്ല കണക്ക് കടമയാണ് 2-3 ദിവസം. പിന്നെ അങ്ങോട്ട് അലമ്പ്. അപ്പോഴത്തെ ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. പള്ളിയിലല്ല, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരാമേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വേണ്ടേ പള്ളിയിലല്ല, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നത് എനിക്ക് എന്തുവാ വായിൽ വരത്തുള്ളു. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു പള്ളിയിലെ പെരുന്നാളിന് പോവാണ്. ഏതൊരു പള്ളിയുടെ പെരുന്നാൾ ഏതോ അല്ല, എനിക്ക് പള്ളിയുടെ പേരറിയായിരുന്നു, ഞാനിപ്പോൾ മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ ആ പള്ളിയിലെ പെരുന്നാളിൻ്റെ വീഡിയോ പിന്നെല്ലാം ഇട്ടേക്കാം. ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, സാധാരണ രീതിയിൽ അല്ലാതെ ഇട്ടേക്കാം. അപ്പം നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇത്ര ഉള്ളു. അപ്പോൾ ഞാൻ 12 മണിക്ക് തുടങ്ങിയ ഡേ ഇൻ മൈ ലൈഫ് 8:30 ആയപ്പോൾ നിർത്തുവാണ്. അപ്പോൾ നമ്മുടെ ഇത്ര ഉള്ളു നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. അടുത്ത കിട്ടിലും വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ ടാറ്റ.